കണ്ണൂരിലെ ഭർത്തൃമതിയായ പ്രവീണ എന്ന 39-കാരിയെ തീ കൊളുത്തി കൊന്നു. ജിജേഷ് എന്ന ഒരു വ്യക്തിയാണ് അത് ചെയ്തത്. കണ്ണൂർ ഉരുവച്ചാലിലാണ് സംഭവം ഉണ്ടായത്. അവിടെ കാർപ്പുറത്ത് ഹൗസിലെ അജീഷിന്റെ ഭാര്യയാണ് പ്രവീണ. അജീഷ് വിദേശത്താണ്. പ്രവീണയ്ക്ക് ഇപ്പം 39 വയസ്സുണ്ട്. പ്രവീണയുടെ വീട്ടില് ഭർത്താവിൻ്റെ മാതാപിതാക്കളും അവരും തനിച്ചാണ്. ആ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് സംഭവം ഉണ്ടായത്. 2:30 മണിയോടുകൂടി ഒരാള് ആ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു. അന്നേരം ആ പ്രവീണയുടെ ഭർത്താവിൻ്റെ പിതാവ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മുൻവശത്തിരുന്നു. വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പം ഇയാള് വീടിനുള്ളിലേക്ക് ചോദിച്ചയാള് കയറിപ്പോയി. അടുക്കളയുടെ അടുത്ത് ഉള്ള മുറിയിൽ ഉണ്ടായിരുന്ന പ്രവീണയെ പിന്നെ ആ മുറിയിൽ നിന്നൊരു നിലവിളി കേട്ടപ്പോഴാണ് പിതാവും അയൽവക്കത്തുള്ളവരൊക്കെ ഓടിയെത്തുന്നത്. ഓടിയെത്തിക്കഴിഞ്ഞപ്പം പ്രവീണ ദേഹത്ത് മുഴുവൻ ആളി തീ കത്തി, ആ ശരീരത്തിലുള്ള മുഴുവൻ തുണികളും കത്തി നശിച്ച് ദേഹം പൊള്ളിക്കിടക്കുന്നത് കണ്ടു. അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സമീപത്ത് അരയ്ക്ക് താഴെ പൊള്ളലേറ്റ് ജിജേഷും കിടപ്പുണ്ട്. രണ്ടുപേരെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏതായാലും പിന്നീട് പ്രവീണ മരണപ്പെട്ടു. ജിജേഷ് എന്നയാള് പ്രവീണയും ജിജേഷിന്റെ വീടും തമ്മിൽ, ഇവർ രണ്ടുപേരും വീട് ഏകദേശം 2 കിലോമീറ്ററിനുള്ളിലാണ്. ഇവർ ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അതേ സമയത്ത് ഇവര് പ്രണയബദ്ധരായിരുന്നിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഇരിക്കൂറിന്റെ അടുത്ത് പെരുമ്പളത്ത് പറമ്പിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളിയായിരുന്നു ഈ ജിജേഷ്. പിന്നീട് ജിജേഷ് കള്ള് ചെത്താൻ പോയി, തെങ്ങ് കയറ്റ തൊഴിലാളിയായി. അങ്ങനെ ജീവിക്കുന്ന ജിജേഷിന് 40-40 വയസ്സേ ഉള്ളൂ. അവിവാഹിതനാണ്. ക്ഷേത്രത്തിലെ ജീവനക്കാരാകുന്നതിന് മുമ്പാണ് ഇയാൾ തെങ്ങ് കയറ്റ തൊഴിലാളിയായത്. എന്തായാലും വളരെ മാന്യനും സൗമ്യനുമാണ് ജിജേഷ് എന്നാണ് ക്ഷേത്ര ജീവനക്കാരും അവിടുത്തെ ഭാരവാഹികളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത്. പക്ഷെ ഇയാൾ അവിവാഹിതനാണ്. ഇവർ രണ്ടുപേരുമുള്ള ഈ ബന്ധം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചതാണ്. 2 കിലോമീറ്റർ അകലം മാത്രമേ ഇരുവരുടെയും വീടിനുള്ളൂ. ഇപ്പൊ അവർ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ജിജേഷ് എന്തുകൊണ്ട് ഇവരെ ചുട്ടുകൊന്നു എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും ഒന്നിച്ച് പഠിച്ചതായിട്ട് രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നിരിക്കണം. പക്ഷേ പ്രവീണ വിവാഹം കഴിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് അവർ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ വീട്ടിനകത്ത് ഇയാള് യഥേഷ്ടം അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയി അവരുടെ മുറിയിലെത്തുന്ന കണ്ടു. തന്നെയുമല്ല, എന്തിനാണ് അവരെ കൊല്ലുന്നത്? അവരെ പെട്രോൾ ഒഴിച്ച്, ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അപ്പം അവർ തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് വേർപെട്ടിട്ടിരിക്കാം. ആ വൈരാഗ്യത്തിനായിരിക്കാം ഈ കൊലപാതകം നടത്തിയത്. പ്രവീണയ്ക്ക് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ദേഹം മുഴുവൻ കത്തി 100% പൊള്ളലേറ്റിരുന്നവര് ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരെ വസ്ത്രങ്ങൾ മുഴുവൻ കത്തിപ്പോയി. അതെല്ലാം കത്തി അവിടെ കിടക്കുന്ന CCTV ദൃശ്യത്തിലൊക്കെ നമുക്ക് കാണാം. അവരെ സർവൈവ് ചെയ്യില്ല എന്ന് അവിടുത്തെ ഹോസ്പിറ്റലുകാർക്ക് അറിയായിരുന്നു. കാരണം 90% കൂടുതൽ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അരയ്ക്ക് താഴെ ജിജേഷിനും പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അജീഷും പ്രവീണയും തമ്മിലുള്ള ബന്ധം സ്കൂൾ കാലഘട്ടം മുതൽ ഇന്നും യഥേഷ്ടം തുടരുകയായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇയാൾ അവിവാഹിതനായി ഇന്ന് ജീവിക്കുന്നത്. ആ പെൺകുട്ടിക്ക് 39 വയസ്സും ഇയാൾക്ക് ഏകദേശം അതിനടുത്തുള്ള പ്രായവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ മാതാപിതാക്കൊപ്പം കഴിയുന്ന സന്ദർഭത്തിൽ ഇത്രയും നാളുകളായിട്ട് ഇപ്പോൾ ഒരു കൊലപാതകം നടത്താൻ കാരണം? എന്തായാലും അവര് വിവാഹം കഴിച്ച് വേറെ കുടുംബമായിട്ട് താമസിക്കുകയാണെന്നും ഇയാൾക്ക് ബോധ്യമുണ്ട്. ആ വീട്ടില് ഇയാൾ വന്ന് വെള്ളം ചോദിച്ചെങ്കിലും അയാൾക്ക് യഥേഷ്ടം ഏത് മുറിയിലെ ഏത് ഭാഗത്തുണ്ടെന്ന് കൃത്യം അറിയാം. അവരുമായി അവരുടെ ഭർത്താവ് വിദേശത്തുമാണ്, അവർ സ്ഥലത്തില്ല. ഇവർ തമ്മിലുള്ള ബന്ധം
തുടരുന്നുണ്ടായിരിക്കണം എന്ന് കരുതുന്നു. ആ ബന്ധത്തിനൊരു കോട്ടം സംഭവിച്ചു, ആ ബന്ധം മുറിഞ്ഞിട്ടുണ്ടാവും. അതാണ് പ്രതികാരത്തോടു കൂടി ഇയാൾ പെട്രോളുമായിട്ട് വന്ന് അവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവരെ കൊലപ്പെടുത്താൻ കാരണം എന്ന് കരുതുന്നു. രണ്ടുപേരും ആശുപത്രി കൊണ്ടുപോയെങ്കിലും മറ്റേയാള് പ്രവീണ മരണപ്പെട്ടു. പക്ഷേ വളരെ മാന്യനായും വളരെ സൗമ്യനായും ക്ഷേത്ര ജീവനക്കാരനായിട്ടൊക്കെ നടന്ന ഇയാള് പൊതുവെ ഇയാളെ പറ്റി നല്ല അഭിപ്രായമാണ്. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവരുടെ മരണത്തിന് ശേഷം, ഈ തീപ്പൊള്ളലേറ്റ് അവർ ആശുപത്രി ആയ ശേഷമാണ് ഇയാളും അവരും തമ്മിൽ ചില ബന്ധങ്ങളും ഒന്നിച്ച് പഠിച്ചതും അവരുടെ വീടുകള് ഈ അടുത്തടുത്ത് 2 കിലോമീറ്ററിനുള്ളിലായിരുന്നു എന്നും ഒക്കെ ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും ഇർക്കൂറിലെ സമീപം പട്ടേരി ഹൗസിൽ ജിജോയാണ് ഈ കേസിലെ പ്രതി. വധശ്രമത്തിന് പോലീസ് കേസെടുത്ത്, വധശ്രമത്തിന് ആദ്യം കേസെടുത്തെങ്കിലും അവർ മരണപ്പെട്ടിരിക്കുന്നു. അവരെ കൊലക്കേസിന് ഇയാളെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.